ഈ കമ്പ്യൂട്ടർ ഓർമ്മയുണ്ട? പിന്നെ ഇത് നമ്മൾ പഴയ കമ്പ്യൂട്ടറിൽ ഇത് മറക്കുമോ? ഓൺലൈൻ കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ആദ്യമായിട്ട് ആപ്പിൾ സർവീസ് സെന്ററിൽ ഒരു ഓൺലൈൻ കൺസൾട്ടിംഗ് സെറ്റപ്പ് ഫസ്റ്റിൽ കൊണ്ടുവരുന്നത് നമ്മളായിരിക്കും. സൂപ്പർ പടല്ലേ? അടിപൊളി. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഒരു ഐഫോണിൽ എടുത്ത ഒരു സാധനം തന്നെ ഗിഫ്റ്റ് ആയിട്ടാണ് ഷിജുവിന് കൊടുക്കുന്നത്. ലൈഫ് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് സർവീസ് കിട്ടും. കാരണം ഞാൻ ഇവിടെ ഈ സർവീസ് സെന്റർ നടത്തോളം കാലം അവർക്ക് സർവീസ് കിട്ടിയിരിക്കും. ബേസ് ഇവിടെ തന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ സിനിമ കണ്ടു പോകുമ്പോൾ സാധനം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിന്ന് ഒരാളെ കാണാൻ പോവാണ്. ഈ ലാപ്ടോപ്പ് 2 വർഷം മുമ്പേ റീസ്റ്റോർ ചെയ്ത ഒരാളുണ്ട്, ഷിജു, ആപ്പിൾ ട്രോണിക്സിലെ ഷിജു. അപ്പോൾ ഇതിപ്പോൾ 2 വർഷമായിട്ട്, ഇതിപ്പോൾ നിങ്ങൾക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരും ഇതിൻ്റെ ഇപ്പോൾ പ്രോജക്റ്റ് വർക്കിനും എല്ലായിട്ടും ഉപയോഗിക്കുന്ന, നമ്മൾ എന്നും PPT കാണിച്ചു വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെയിൻ സിസ്റ്റമാണ് ഇവിടുത്തെ ആപ്പിൾ ഈ കമ്പ്യൂട്ടർ. 2015 ഞാൻ വാങ്ങിയിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പെയാണ് കംപ്ലീറ്റ് കേടൊന്ന് വീട്ടിൽ കിടക്കരുത്. അങ്ങനെ 2 വർഷം മുമ്പേ നമ്മുടെ ഷിജുവാണിത് ശരിക്കത് റീസ്റ്റോർ ചെയ്ത് തന്നത്. പക്ഷേ ഇതുവരെ ഇപ്പോൾ 2 വർഷമാവുകയാണ്. ഈ 2 വർഷമായിട്ടും ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഷിജുവിന് ഞാനൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഷിജുവിനെ ഒന്ന് കാണാൻ പോയി നോക്കാം. അപ്പോൾ ഒരു സർപ്രൈസ് വിസിറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ആപ്പിൾ ട്രോണിക്സ്. ആപ്പിൾ ട്രോണിക്സിന് ഇത് മാത്രമല്ല, ആ റൂമിലൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് തുടങ്ങിയിട്ടുണ്ട്, സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷിജു ഇവിടെ ഉണ്ടാവും, ഇവിടെ നിന്ന് പോയി കണ്ടു നോക്കാം. ഓക്കെ, ഹലോ, ഹായ്, എന്തൊക്കെയാ വിശേഷം? ഒരുപാട് കാലമായി അല്ലേ? സുഖമായിട്ടിരിക്കണോ? ഈ കമ്പ്യൂട്ടർ ഓർമ്മയുണ്ട? പിന്നെ ഇത് നമ്മൾ പഴയ കമ്പ്യൂട്ടറിൽ ഇത് മറക്കുമോ? അതെ അതെ അതെ, 2 വർഷമായി. 2 വർഷം മുമ്പ് റീസ്റ്റോർ ചെയ്ത കമ്പ്യൂട്ടറാ. ഇപ്പോഴും എന്താ പറയാ, പഴം പോലെ അറിയില്ലേ, അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രീമിയർ വർക്ക് ഉണ്ട്. അതുപോലെ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. PPTക്കൊന്നും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണിത്. അറിയാലോ, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയിൻ കമ്പ്യൂട്ടറായി കിടക്കാന്ന് പറഞ്ഞാൽ പിള്ളേരും അധ്യാപകരും ഒക്കെ പലരും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ചെടുത്തൊന്ന് വീണ്ടും 2 വർഷം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതാണ്. അതെ. അപ്പോൾ അതിലാണ് നമ്മൾ വന്നത് വെറും കൈയോടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നുണ്ട്. ഇനി ഷിജുവിന് ഗിഫ്റ്റ് ആകുമ്പോൾ ആപ്പിളുമായിട്ടാണ് ഷിജു വർക്ക് ചെയ്യണത്. അപ്പോൾ ആപ്പിൾ ഫോണിൽ, നമ്മുടെ ഐഫോണിൽ കഴിഞ്ഞ ദിവസം വൈപ്പിനിൽ പോയപ്പോഴത്തെ ഒരു ഫോട്ടോ ആണ്. സൂപ്പർ പടല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു ഐഫോണിൽ എടുത്ത ഒരു സാധനം തന്നെ ഗിഫ്റ്റ് ആയിട്ടാണ് ഷിജുവിന് കൊടുക്കുന്നത്. എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഇപ്പോൾ പണ്ട് കണ്ടതുപോലെയല്ല, ഷോപ്പൊക്കെ ഒന്നുകൂടെ വിപുലീകരിച്ചു. അപ്പുറത്തൊക്കെ വലുതായി. അപ്പുറത്തൊക്കെ വീണ്ടും ബോർഡുകളൊക്കെ കാണാണ്ട് ആപ്പിൾ ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി. അവിടെ ലാപ്ടോപ്പിന്റെ സർവീസ് സെന്റർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് യൂസ്ഡ് മാക്ബുക്ക് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് റീഫർബിഷ് ചെയ്ത് കുറച്ച് യൂസ്ഡ് മാക്ബുക്ക്, പിന്നെ വിൻഡോസ് ലാപ്ടോപ്പിന്റെ സർവീസ്, അതൊക്കെയാണ് അവിടെ ഫ്രണ്ടിലത്തെ ഒരു ഷോപ്പിലുണ്ട്. ഓക്കെ, ഈ യൂസ്ഡ് മാക്ബുക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ 2 വാങ്ങിയിട്ട് ഇപ്പോൾ 8 തിരിച്ചു കൊടുത്തു തന്നെ ഒരാഴ്ച യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാനാണ് പറയുന്നത്. ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. വളരെ പെട്ടെന്ന് സ്പീഡും കുറഞ്ഞു, സ്റ്റക്ക് ആവാനൊക്കെ തുടങ്ങി. തിരിച്ചു കൊടുത്തപ്പോൾ എനിക്കറിയില്ല അതിനുള്ളിൽ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്താണെന്നറിയില്ല. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഈ യൂസ്ഡ് മാക്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റീകണ്ടീഷൻ ചെയ്തതല്ല. കാരണം ഇതെല്ലാം 3-4 വർഷം പഴക്കമുള്ളതായതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് റീകണ്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അത് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എവിടുന്നെങ്കിലും കിട്ടുന്ന മാക്ബുക്ക് അതേപോലെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴാണ് ഈ കംപ്ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരു 7 ദിവസമോ അല്ലെങ്കിൽ 20 ഡേയ്സ് 30 ഡേയ്സ് ഒക്കെ നമ്മൾ ചെറിയ പൈസ കൊടുത്തല്ല മേടിക്കുന്നത്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്താണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും രൂപ കൊടുത്തിട്ട് 7 ഡേയ്സോ അല്ലെങ്കിൽ 30 ഡേയ്സിനോ വേണ്ടിയിട്ട് ഈ ഡിവൈസ് വാങ്ങിച്ചിട്ട് ഒരു 30 ഡേയ്സ് കഴിഞ്ഞ് കംപ്ലൈന്റ് വന്നാൽ എന്ത് ചെയ്യും? പെട്ടു. മാത്രമല്ല മാക്ബുക്കിന് റിപ്പയറിംഗ് കോസ്റ്റ് അത്യാവശ്യം കൂടുതലാണ്. സാധാ ലാപ്ടോപ്പ് റെഡിയാക്കുന്ന ഒരു കോസ്റ്റിൽ മാക്ബുക്ക് റെഡിയാക്കാൻ പറ്റില്ല, അതിന്റെ പാർട്സിന് വില കൂടുതലായതുകൊണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തെ വാറണ്ടിയാണ്. 6 മാസത്തെ വാറണ്ടിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 6 മാസത്തേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കും. പിന്നെ അറിയാലോ, നമുക്കിവിടെ സർവീസ് സെന്റർ ഉണ്ട്. ലൈഫ് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് സർവീസ് കിട്ടും. കാരണം ഞാൻ ഇവിടെ ഈ സർവീസ് സെന്റർ നടത്തോളം കാലം അവർക്ക് സർവീസ് കിട്ടിയിരിക്കും. എന്ത് പ്രോബ്ലം, പിന്നെ നമ്മൾ പ്രോബ്ലം ഉള്ള സാധനം കൊടുക്കുന്നില്ല, പ്രോബ്ലം ഉള്ള മോഡൽസും കൊടുക്കുന്നില്ല. നല്ല മോഡൽസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കംപ്ലൈന്റ് ഉള്ള മോഡൽസ് നമുക്കറിയാതെ നമ്മൾ വിൽക്കുന്നില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ 2018 ശേഷം ഐക്ലൗഡിൻ്റെ ആക്ടിവേഷൻ പ്രൊസീജിയർ വന്നിട്ടുണ്ട്. ഈ മോഡലിനൊന്നും ഐക്ലൗഡിൻ്റെ പ്രശ്നമില്ല. കാരണം ഇതിനകത്ത് ഐക്ലൗഡ് ലോക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇന്റൽ ബേസ്ഡ് PC ആണ്. 2018 ശേഷം വന്നിട്ടുള്ള
ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ 2020 ആകുമ്പോഴത്തേക്ക് M1 മാറുകയാണ്. പുതിയ ഈ ഇന്റലിൻ്റെ പ്രോസസ്സർ മാറിയിട്ട് മൊത്തത്തിൽ M1 മാറുകയാണ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ MDM ലോക്ക്, ഫേമിയർ ലോക്ക്, iCloud ലോക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ പഴയത് പോയി മേടിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് അറിയാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് പോയി മേടിക്കുന്ന വ്യക്തിക്ക് ഇത് എന്തെങ്കിലും പ്രശ്നം വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. ഒരുപാട് പേര് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ പഴയത് വാങ്ങിച്ചാണ് അത് ലോക്കായി, ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും, ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ലോക്കുകളുണ്ടോ. ഇതൊക്കെ നമ്മൾ ഈ സർവീസ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഇത് തന്നെ റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇതിനെല്ലാം പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ലോക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മളത് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ ആയിരിക്കും കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ സർവീസിൽ എന്തൊക്കെ അപ്ഡേഷൻ കൊണ്ടുവന്നു പുതിയത്? സർവീസ് നമ്മുടെ സർവീസ് സെന്റർ വലുതായി. പിന്നെ സ്റ്റോക്ക് സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി നമ്മൾ കുറച്ചും കൂടെ റെഡി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് വിളിച്ചു പറഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഡിസ്പ്ലേ, ബാറ്ററി, അതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന പാർട്സുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയി കൊടുക്കും സെയിം ഡേ തന്നെ. അവർ കൊച്ചിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീക്കെൻഡിലെങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ കൊണ്ട് ഡിവൈസ് ഇവിടെ തന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് സാധനം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഓൺലൈൻ കൺസൾട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ നമ്മളെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഫസ്റ്റിലെ ഒരു വീഡിയോ കോൾ വഴി ഈ പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമറുടെ സൈറ്റിൽ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഓൺലൈനിലൂടെ തന്നെ ഒരു വീഡിയോ കോൾ വഴി നമ്മളിത് കൺസൾട്ട് ചെയ്യും. കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും ഇതിന് എന്തൊക്കെയാണ് പ്രോബ്ലം. ഒരു പരിധിവരെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ്, ഇത് ഏത് മോഡലാണ്, ഇതിൻ്റെ പാർട്സ് നമ്മുടെ കയ്യിൽ റെഡി അവൈലബിൾ ആണോ അല്ലയോ, ഇതിന് എത്ര രൂപ വരുമോ എന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഓൺലൈനിൽ നമ്മുടെ കൺസൾട്ടിങ് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ കൺസൾട്ടിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം പറഞ്ഞ് അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് ആയി കൊടുത്തിട്ട് ആ കറക്റ്റ് സമയത്ത് പാർട്സ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പാർട്സ് വരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നാൽ മതി, സെയിം ഡേ റിപ്പയർ ചെയ്തുകൊണ്ട് പോകാം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഉപേക്ഷിച്ച സാധനങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുപോയി. ഡിസ്പ്ലേയും മദർ ബോർഡും കീബോർഡും ബാറ്ററി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കംപ്ലൈൻ്റ് ആയ ഡിവൈസുകൾ വരെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. എന്നെ പലരും വിളിച്ചിരുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് വന്നപ്പോൾ ഒരു ഡോക്ടർ വരെ പറഞ്ഞു ഇപ്പോഴാണ് താങ്ക്സ് പറഞ്ഞത്, ഞാൻ അവിടെ പോയിട്ട് നന്നാക്കിയിരുന്നിട്ടോ. കാരണം അതിനടുത്ത് ഒരു മാക്ബുക്ക് കംപ്ലൈൻ്റ് ആയി കിടക്കായിരുന്നു. കാരണം മാക്ബുക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നം ഉണ്ടായത് അന്ന് 2 വർഷം മുമ്പ് ഇത് ബാറ്ററിയും മദർ ബോർഡും ഒക്കെ പോയിട്ട് ഒരാളെടുത്ത് കൊണ്ടുപോകും, അയാൾ ഒരാഴ്ച വെക്കും, ഒരാഴ്ച കഴിച്ച് തിരിച്ചു വരുമ്പോൾ സ്ക്രൂ കുറേ പോകും. അങ്ങനെ 2-3 ആളെടുത്ത് കൊണ്ടുപോയി ഞാൻ അവസാനം ഉപയോഗിച്ച സാധനം നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ഈ ഓൺലൈൻ കൺസൾട്ടിങ് അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് വരുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ മോഡൽ നമ്പർ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിനുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ, അതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി. ഞാൻ മാക്സിമം നമ്മളുടെ പാർട്സ് റെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മദർ ബോർഡ്, ഡിസ്പ്ലേ, കീബോർഡ് എല്ലാം തന്നെ നമ്മൾ ഒരു 90% നമ്മൾ റെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വെറുതെ നടക്കേണ്ട കാര്യമില്ല. പിന്നെ മദർ ബോർഡ് കംപ്ലൈൻറ്റ് വരുമ്പോൾ മാത്രമേ ചെറിയൊരു ഡിലേ വരുള്ളൂ. കാരണം അതിൻ്റെ ഫോൾട്ട് ഫൈൻഡ് ചെയ്ത് പിന്നെ അത് റിപ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അല്ലാതെ ഈ പാർട്ട് ലെവൽ ബാറ്ററി, കീബോർഡ്, ഡിസ്പ്ലേ പോലത്തുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ദിവസം സമയം മതി. പിന്നെ ഇൻ കേസ് ഇല്ലെങ്കിൽ തന്നെ അവർ വിളിച്ച് പറഞ്ഞിരുന്നാൽ മതി. നമ്മൾ ആ പാർട്സ് വരുന്ന സമയം അവരെ ഇൻഫോം ചെയ്യും. അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഈ ഓൺലൈനിൽ എങ്ങനെ ബന്ധപ്പെടാൻ എന്തെങ്കിലും നമ്പർ? നമ്മുടെ വാട്സാപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, അത് ഓട്ടോമേഷൻ ആണ്. അതിനകത്ത് തന്നെ എല്ലാ ഡീറ്റെയിലും വരും. ഓരോരോ സർവീസായിട്ട് ഒരു ഹായ് വിടുമ്പോൾ തന്നെ നമ്മുടെ സർവീസസ് എല്ലാം അതിൽ ലിസ്റ്റ് ചെയ്ത് വരും. അതിനകത്തൊന്ന് എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂസ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്. കാരണം കസ്റ്റമർ വേറെ വിളിച്ചിട്ട് അതുണ്ടോ ഇതുണ്ടോ അല്ലെ ആ മോഡലുണ്ടോ ഈ മോഡലുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ മോഡൽ വാങ്ങിക്കാം. അതേപോലെ സർവീസസിൻ്റെ ഡീറ്റെയിൽ, ഇതേപോലെ ഈ ഓൺലൈൻ കൺസൾട്ടിങ്ങിൻ്റെത് എല്ലാത്തിനും ഡീറ്റെയിൽ ലിങ്ക് ഓരോരോ ഓപ്ഷനായിട്ട് വരും. ആ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ കസ്റ്റമർ കുറേ കൂടെ ഫ്രീ. ഇപ്പോൾ ലൊക്കേഷൻ, ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഫോണിൽ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്സാപ്പിൽ തന്നെ ലൊക്കേഷൻ വിത്ത് വീഡിയോ അങ്ങ് ചെല്ലും. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വരും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ റോഡിൽ നിന്ന് ബിൽഡിങ്ങിലോട്ട് നമ്മുടെ ഷോപ്പിലോട്ട് അക്സസ് ചെയ്യാനുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കൂടെ അയച്ചു. ഓട്ടോമാറ്റിക് അങ്ങ് ചെല്ലും. അപ്പോൾ വെറുതെ നമുക്ക് ഞങ്ങളുടെ എഫർട്ടും കുറയും, കസ്റ്റമർ വെറുതെ ടൈം പോകത്തില്ല. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നോക്കി പഠിച്ചു വന്നു. അപ്പം ഇപ്പോൾ പൊതുവെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ നമ്മളെ വിളിച്ചിട്ട് കട എവിടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് അവരിങ്ങ് വരും. നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ലിങ്ക് അല്ലേ, വാട്സാപ്പ് ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. വെറുതെ ക്ലിക്ക് ചെയ്യേണ്ട, സർവീസോ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് വരാൻ പറ്റും. പിന്നെ ഞാൻ ഈ സിസ്റ്റം ഇപ്പോൾ കൊണ്ടുവരാൻ കാരണം വേറെ ഒന്നും കൂടിയാണ്. ഇതിപ്പോൾ ഒരു 2015 മോഡലാണ്. അപ്പോൾ ഇതിന് അപ്ഡേഷൻ ഇല്ല, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇതിന് ആപ്പിളിന് ഇല്ലല്ലോ. അപ്പോൾ പല
സാധനങ്ങളും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടാവില്ല? നമുക്ക് പൊതുവെ നോർമലി അപ്ഡേറ്റ് ഇതിനകത്തില്ലെങ്കിലും നമുക്ക് ഇതിനകത്ത് കസ്റ്റം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇതിനകത്ത് മാത്രമല്ല, ഇതിപ്പോൾ 2015 മിഡ് ആണ്. നമുക്ക് 2010 മുതലുള്ള മോഡൽ, അതിന് മുമ്പുള്ളതിലും ചെയ്യാം. എന്നാലും ഒരു 2010 മുതലുള്ള മോഡലുകൾ എല്ലാം തന്നെ ന്യൂ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം നടക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് പേർക്ക് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഒരു 2013-14 മോഡൽ മാക്ബുക്ക് കയ്യിലിരിക്കുന്നവർ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അവർ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിറ്റ് ഒഴിവാക്കേണ്ട സാഹചര്യമില്ല. നമ്മുടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബാക്കി സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അവർക്കത് ഒരു പരിധി വരെ ഒരു 80% പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ ഡിവൈസ് കളയേണ്ട കാര്യമില്ല. പലരും ഒരുപാട് പേര് അങ്ങനെ ഡിവൈസ് ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇനിയിപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ഒന്നും വർക്ക് ചെയ്യത്തില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതെ. പിന്നെ പഴയ മാക്ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് സർവീസ് ഫ്രണ്ട്ലിയാണ്. പാർട്സിന് വില കുറവാണ് പുതിയതിനെ അപേക്ഷിച്ച്. പുതിയ മാക്ബുക്ക് വരുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ് സർവീസ്. പഴയ മാക്ബുക്കുകൾ നമുക്ക് ചെറിയ മാക്ബുക്കിൻ്റെ സർവീസ് റേറ്റ് വെച്ചിട്ട് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് 2015 മിഡ് അതിന് പുറകോട്ടുള്ള മോഡലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിന് ശരിയാക്കാൻ പറ്റും. ലോങ് ലൈഫ് കിട്ടും. ഞാൻ അന്ന് ഇത് കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുതിയൊരു M1 എടുത്തിട്ട് അത് കേടായാലും ഇത് കേടാവില്ല. കാരണം അത്ര ലൈഫ് ഉണ്ട്. പുതിയ മോഡലൊക്കെ കംപ്ലൈൻറ്റ് കൂടുതലാണ്. കാരണം ഡിസ്പ്ലേക്കൊക്കെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ നോർമലി കംപ്ലൈൻസ് ഇല്ല. നോർമൽ കംപ്ലൈൻസ് ഇതിന് വളരെ കുറച്ചേ ഉള്ളൂ. പുതിയ മോഡൽസിന് ഓരോരോ നോർമൽ കംപ്ലൈൻസുകളുണ്ട്. അപ്പോൾ ഈ മോഡലുകൾ കയ്യിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ പുതിയൊരു കസ്റ്റം സോഫ്റ്റ്വെയർ ഇട്ട് ലേറ്റസ്റ്റ് മോഡൽ സോഫ്റ്റ്വെയർ ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. ഗ്രേറ്റ്, അടിപൊളി. പിന്നെ ദൂരക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിവിടെ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പം കാസർഗോഡുള്ള ഒരാളോ കന്യാകുമാരി ഉള്ള ഒരാളോ ഇത് ഉപേക്ഷിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇനിയിപ്പോൾ അതും എറണാകുളത്ത് വരെ കൊണ്ടുവന്ന് ഇത് റിപ്പയർ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവർക്ക് നമ്മൾ കൊറിയർ സർവീസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രാക്ക് ഓൺ കൊറിയറുമായിട്ടാണ് ഇപ്പം നിലവിൽ നമ്മൾ റെഗുലറായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ റെഗുലറായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ട്രാക്ക് ഓൺ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഏത് കൊറിയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ട്രാക്ക് ഓൺ ആണെങ്കിലേ ഉള്ളൂ. അവിടെ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ വന്ന് നമ്മളിത് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം അവർക്കൊരു വീഡിയോ അയച്ചു കൊടുക്കും. ഇത് വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം എന്നിട്ട് തിരിച്ച് ഇവിടുന്ന് സേഫായിട്ട് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് പാക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൂരക്കാർക്ക് ആ രീതിയിലും ചെയ്തു കൊടുക്കും. ഇവിടെ അതിനു വേണ്ടി ഇവിടെ വരേണ്ട കാര്യമില്ല. സമയം സേവ് ചെയ്യാം. കാരണം അവർക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ട ആവശ്യം. ഇപ്പം നമ്മുടെ വീഡിയോസ് എന്നാൽ കണ്ടിട്ട് ആക്ച്വലി യൂറോപ്പിൽ നിന്നൊക്കെ വരെ ആൾക്കാർ അന്ന് സാധനങ്ങൾ പലരുടെയും കൊടുത്തുകൊണ്ട് ശരിയാക്കി കൊണ്ടുപോയി. ചിലർക്ക് അറ്റാച്ച്മെന്റും ചിലർക്ക് ഇപ്പോൾ പുതിയൊരു ഇപ്പം മാക്ബുക്കിന്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മേളിൽ പോയി ഒരു മാക്ബുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഈ പറഞ്ഞാണെങ്കിൽ യൂസ്ഡ് മാക്ബുക്ക് എടുത്തുള്ള അവസ്ഥ ആണ് ഈ മുമ്പേ പറഞ്ഞത്. അപ്പോൾ കയ്യിലിരിക്കുന്ന സാധനം റിപ്പയർ ചെയ്ത് ഞങ്ങളുടെ എല്ലാ റിപ്പയറിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ തീരെ മോശം കണ്ടീഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയും, ഡിവൈസ് കൈ കിട്ടുമ്പോൾ തന്നെ പറയും ഇതിന് റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ റിപ്പയർ ചെയ്ത് കസ്റ്റമറുടെ പൈസ കളയാനായിട്ട് നമുക്ക് താല്പര്യം. പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് റിപ്പയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഒരുപാട് മോശം കണ്ടീഷനിലാണ്, ഒരുപാട് പൈസ അതിൽ ചിലവാക്കണമെന്നുണ്ട്, പിന്നെ അത് റിപ്പയറിന് പോയിട്ട് കാര്യമില്ല. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിപ്പയറിങ് മാത്രമേ നമുക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഇവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ പറയും ഇതിന് ചെയ്തിട്ട് കാര്യമില്ല, കൊള്ളാവുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അടിപൊളി സർവീസ്. വേറെ എന്തെങ്കിലും ഇനി പുതിയ അപ്ഡേഷൻസ്? ഇപ്പം നമ്മുടെ ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റും സർവീസ് ചെയ്യുമല്ലോ. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് പണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട്. മാക്ബുക്ക് മാത്രമല്ല, ഐഫോൺ ചെയ്യുന്നുണ്ട്, ആപ്പിൾ വാച്ച് ചെയ്യുന്നുണ്ട്, എയർപോഡ്സ് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിൻഡോസും തുടങ്ങി. വിൻഡോസിൻ്റെ ഷോപ്പാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ കാണുന്നത്. അവിടെ നമ്മൾ വിൻഡോസിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ തന്നെയാണ് യൂസ്ഡ് മാക്ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെയാണ്. അപ്പോൾ വിൻഡോസ് ഈ കൊച്ചിക്കകത്തുള്ളവർക്കൊക്കെ വിൻഡോസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെ ഈ കൊച്ചിയിലല്ലാതെ ഒരുപാട് സ്ഥലത്ത് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇതുപോലെ സർവീസ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ഒരു എന്താ പറയുക, സോഫ്റ്റ്വെയർ ചെയ്യണവരടുത്ത് ചിലപ്പോൾ ഒരു സർവീസിന് വരാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ കേരളം മൊത്തമുള്ള ഏത് സർവീസ് സെൻ്ററുകാർ നമ്മളെ കോൺടാക്ട് ചെയ്താലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പാർട്സ് വേണ്ടവർക്ക് പാർട്സ് സപ്പോർട്ട് കൊടുക്കും. ഇനിയിപ്പോൾ അവരെ സർവീസ് സെൻ്ററിൽ മാക്ബുക്ക് ചെയ്യാൻ ഫെസിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളിത് അവർ അയച്ചു കൊടുക്കുകയോ നേരിട്ട് കൊണ്ടുവരുകയോ ചെയ്താൽ മതി, നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി തന്നെ ഒരു 10-50 സർവീസ് സെൻ്ററിന് കേരള നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏതൊരു സർവീസ് സെൻ്ററിന് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മൾ പല ആക്സസറീസും അതുപോലെ കേബിള്, അഡാപ്റ്റർ ഇതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒറിജിനൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഷിജു എവിടുന്നാണ് എടുക്കുന്നത്? അല്ലെങ്കിൽ നമുക്കത് ഇവിടെ ഒന്ന് വാങ്ങിക്കാനോ സെല് ചെയ്ത്? നമ്മൾ ഒറിജിനൽ പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ വിത്ത് GST ബില്ലിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ മേടിക്കാം. ഇനി ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. ജെന്യൂൻ പ്രൊഡക്റ്റ് വിത്ത് GST ബില്ലിൽ നമ്മൾ അയച്ചു കൊടുക്കും. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും നമ്മളെ കമ്പ്യൂട്ടർ അപ്ഡേഷൻ്റെ കാര്യം
അത് നടന്നോട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. അന്നത്തെ താങ്ക് യു ഇപ്പോഴും വീണ്ടും പറയാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. അതുപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ് ഷിജുവിൻ്റെ അടുത്ത്. ഇനി നമ്മൾ വീണ്ടും വരും അല്ലേ? ഇത് 2 വർഷം, ഇപ്പോൾ എത്ര, ഇനി 3 വർഷം, 2 വർഷം, നമുക്കൊരു 5 വർഷം ആകുമ്പോൾ വീണ്ടും ഒരു വീഡിയോ. സീരിയസ്ലി. അപ്പോൾ 5 വർഷമാകുമ്പോൾ വീണ്ടും വീഡിയോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 വർഷമാകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.